കിരൺ, ഒരു കാര്യം, അങ്ങേറ്റത്തെ അസാധാരണത്തെ നമുക്ക് ഈ കേസിന്റെ തുടർ നടപടികളിൽ കാണാം. കാരണം ജഡ്ജിന്റെ നീക്കങ്ങൾ ആ തരത്തിൽ പ്രസക്തമാണ്. ബോബി ചെമ്മണ്ണൂർ ഏതെങ്കിലും സാധ്യതയുണ്ടോ, നമുക്ക് കാണാൻ കഴിയുമോ ഈ കോടതിയുടെ നിർദ്ദേശങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത? മേൽക്കോടതിയിലേക്ക് അത്തരം നീക്കം നടത്താൻ ബോബിയുടെ അഭിഭാഷകർ തുനിഞ്ഞേക്കുമോ? എന്തായാലും സൈത്ത ക്ഷമിക്കണം, ബോബി ചെമ്മണ്ണൂർ അങ്ങനെ തീരുമാനമെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരെ സംബന്ധിച്ച് അഭിഭാഷകരോട് തന്നെ കോടതി ചോദിച്ചത് മുതിർന്ന അഭിഭാഷകരമായ നിങ്ങളെ കൂടി അപമാനിക്കുന്നതിന് തുല്യമല്ലേ ബോബിയുടെ നടപടി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചോദ്യം കോടതിയിൽ അഭിഭാഷകർ സാധാരണഗതിയിലൊന്നും പിന്നീട് വളരെ എത്ര പണവും ചെലവഴിക്കാൻ ശേഷിയുള്ള സമ്പന്നനായ ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. അതനുസരിച്ച് അതിന് പറ്റുന്ന അഭിഭാഷകരെയൊക്കെ കിട്ടുമോ ഇല്ലയോ ഒന്നും നമുക്ക് മനുഷ്യരുടെ സ്വഭാവമാണ്, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും സാമാന്യ ഒരു ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊക്കെ ഒരു നിർദ്ദേശം വന്നാൽ അത് അനുസരിക്കുക അല്ലെങ്കിൽ അതിനൊത്തു പോവുക എന്നുള്ള ഒരു വ്യവസ്ഥയാണ് അഭിഭാഷകർ സ്വീകരിക്കുക. കോടതിയുടെ തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനും അല്ലെങ്കിൽ അതിന് നിയമപരമായി തന്നെ ഒരുപാട് നിയമത്തിൽ എല്ലാം ചോദ്യം ചെയ്യാനുള്ള അവസരം നിയമത്തിന്റെ വഴിക്ക് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ആ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് എല്ലാ അഭിഭാഷകരും പ്രൊഫഷണലായ അഭിഭാഷകരെല്ലാം ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ തരത്തിലല്ലാതെ മറിച്ചൊരു തീരുമാനം അഭിഭാഷക ഭാഗത്ത് പോകാൻ വഴിയില്ല. ബോബി ചെമ്മണ്ണൂർ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത്, അതിന് മറുപടിയായി വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് വാർത്താ സമ്മേളനം നടത്താം. അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഇന്ത്യൻ നിയമത്തിൽ പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിന് അവിടെ വാർത്താ സമ്മേളനം നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും നിയമ നടപടി വരികയോ ഒന്നും ചെയ്യില്ല. അവിടെ രീതിയിലൊന്നും സംസാരിച്ചില്ലെങ്കിൽ ഈ കോടതി വിധിയെ തന്നെ വെല്ലുവിളിക്കുന്നതിനോ തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിനോ ഒന്നും തന്നെ നിലവിൽ ജാമ്യവ്യവസ്ഥയിൽ തടസ്സങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ജാമ്യവ്യവസ്ഥയിൽ ഈ കേസിനെ കുറിച്ച് എവിടെയും സംസാരിക്കരുത് എന്നുള്ള വ്യവസ്ഥ ജാമ്യവ്യവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകാത്ത പക്ഷം ബോബി ചെമ്മണ്ണൂരിനെ എന്തും വിളിച്ചു പറയാം. ഇതുവരെയൊക്കെ വിളിച്ചു പറഞ്ഞതുപോലെ ഇനിയും എന്തും വിളിച്ചു പറയാൻ അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ അഭിഭാഷകരാരും തന്നെ അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. സാധാരണഗതിയിൽ ഒരു അഭിഭാഷകനും പ്രൊഫഷണലായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകനും അത്തരം ഇടപെടുക അല്ലെങ്കിൽ അത്തരം കോടതിയെ തന്നെ അപഹസിക്കുന്ന രീതിയിലേക്ക് നിയമ സംവിധാനത്തെ തന്നെ കളിയാക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾക്ക് നിൽക്കാനുള്ള വിമർശനം, അത് ആരോഗ്യപരമായ വിമർശനം ഉന്നയിക്കാൻ അവസരമുണ്ട്. അല്ലെങ്കിൽ വിമർശനമോ പരാതിയോ എതിർപ്പോ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിയമത്തിൽ തൊട്ടടുത്ത കോടതികളുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ കോടതിയൊന്നുമല്ല. ആ കോടതികളിലെല്ലാം പോകാനുള്ള സംവിധാനം ഇന്ത്യൻ നിയമം തന്നെ നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത്തരം അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതനുസരിച്ച് പോവുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അതിനു പകരമായി ഈ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുകയും സംവിധാനത്തെ ആകെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന താനിക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിൽ നിന്നാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുടെ രാവിലത്തെ മുതലുള്ള സീക്വൻസ് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവിധ അവസരവും ഉണ്ടായിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം ബോബി ചെമ്മണ്ണൂർ തൻ്റെ ഫാൻസിന് അല്ലെങ്കിൽ തൻ്റെ പെയ്ഡ് PR-ന് നിർദ്ദേശം നൽകും. താൻ മറ്റു ജയിലിലെ തടവുകാരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കൂടി താൻ അവരുടെ ദുഃഖം കൂടി അല്ലെങ്കിൽ അവരുടെ വിഷമം കൂടി ഏറ്റെടുക്കുന്ന ഒരു പോരാളിയാണ് താൻ അല്ലെങ്കിൽ രക്തസാക്ഷിയാണെന്നുള്ള മട്ടിലൊക്കെ പ്രചരണം വരുന്നു. അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഇന്ന് രാവിലെ കോടതി വരെ വരണം എന്ന് വിളിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ കോടതിയിൽ അഭിഭാഷകന് കൃത്യം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇത് അപകടമാണെന്ന്. ഈ സന്ദേശം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അഭിഭാഷക സംഘം ഈ രേഖകളെല്ലാം സമർപ്പിച്ച് ജയിലിലെത്തി ബോബിയെ പുറത്തിറങ്ങിയ ബോബി വലിയ ആവേശത്തിൽ താൻ ഇന്നലെ ഒരുക്കിയ തിരക്കഥ അതേപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. ഒന്നാമത്തെ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകൻ ചെവിയിൽ നിർദ്ദേശം നൽകുന്നു പാടില്ല എന്ന്. പിന്നീട് ഒന്നും മിണ്ടാതെ അടുത്ത ചോദ്യത്തിന് മറുപടി പോലും ഇല്ലാതെ യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ മടങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷവും പിന്നീട് വീണ്ടും കോടതിയിൽ 12 മണിക്കുള്ള മറുപടി നൽകണമെന്ന് അഭിഭാഷകനോട് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ആ 12 മണിക്ക് തന്നെ ഞാൻ വാർത്താ നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വാർത്താ സമ്മേളനം നടക്കും. സ്വാഭാവികമായും കോടതി വിധി വരുമ്പോൾ ഒരു ഭാഗത്ത് കോടതി വിധി വരുന്നു, മറുഭാഗത്ത് ബോബിയുടെ വാർത്താ സമ്മേളനം എന്ന മട്ടിലൊക്കെ പോവും എന്നുള്ള രീതിയിലൊക്കെ ഒരു നാടകം അവിടെയും ക്രിയേറ്റ് ചെയ്യുന്നു. നാടകീയത ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കരായ ഒരാൾ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് 12 മണിക്ക് കോടതി ഈ അഭിഭാഷകന്റെ മറുപടി ലഭിച്ച ശേഷം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമായിരുന്നില്ല എന്ന് മാത്രമല്ല അതിശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് കോടതി നൽകിയത്. ഇതേ തുടർന്ന് തന്റെ വാർത്താ സമ്മേളനം 4 മണിയിലേക്ക് നീക്കിയിരിക്കുകയാണ്. ഇനിയും വാർത്താ സമ്മേളനം മാറ്റുമോ, ഇനി വാർത്താ സമ്മേളനം റദ്ദാക്കുമോ എന്നുള്ളതൊക്കെ ഈ കോടതി 1:45 തീരുമാനം വരും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും ഉണ്ടാവാൻ പോവുക. എന്തായാലും അഭിഭാഷകരാരും തന്നെ അത്തരമൊരു കോടതി നേരത്തെ സൈത്ത് ചോദിച്ചതുപോലെ കോടതി വിധിയാകെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതിയാകെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരമൊരു വെല്ലുവിളിയുടെ സ്വരത്തിലൊന്നും വാർത്താ സമ്മേളനത്തിലൊന്നും തയ്യാറാകും എന്ന് തോന്നുന്നില്ല.
യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ബോബി ചെമ്മണ്ണൂർ 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പാണ്